പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി. ജോർദാനിലെ സൈനിക കേന്ദ്രത്തിനെതിരായ ഇറാൻ ആക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടു. ഒരു സൈനികനെ കാണാതായി. ഇറാനെതിരായ ആക്രമണം US കൂടുതൽ ശക്തമാക്കി. തന്ത്രപ്രധാന മേഖലയായ സിരിക്ക്, ബന്ദർ അബ്ബാസ്, ബന്ദർ ലൻഗെ എന്നിവിടങ്ങളിൽ സ്ഫോടനമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. ആക്രമണം തുടർന്നാൽ അമേരിക്ക മറക്കാനാകാത്ത പാഠങ്ങൾ പഠിക്കേണ്ടി വരുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. അമേരിക്ക വീണ്ടും തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണോ? ആക്രമണത്തിന്റെ വിവരങ്ങളാണ് ഓരോ ദിവസവും വരുന്നത്. സമാധാനം വീണ്ടും ഏറെ അകലെയാണ് എന്ന് അമേരിക്കയുടെ ആക്രമണങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇറാൻ ശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിച്ചു എന്നാണോ ഈ മുന്നറിയിപ്പിലൂടെ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് പകരമായാണ് ജോർദാനിൽ ഇറാൻ സൈന്യം ആക്രമണം നടത്തിയത്. അവിടെയുള്ള US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായത്. ഈ ആക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു US സൈനികനെ കാണാതായിട്ടുമുണ്ട്. നേരത്തെ ഇറാൻ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അമേരിക്ക സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. നിർഭാഗ്യകരമായ സംഭവം എന്നാണ് ഇതിനെ അമേരിക്ക വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ജോർദാനിലെ ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇറാനിൽ അമേരിക്കൻ സൈന്യം അതിശക്തമായ ആക്രമണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും സിറിക്ക് മേഖല കേന്ദ്രീകരിച്ചാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. ഈ സിറിക്ക് എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. ഒപ്പം തന്നെ ജനവാസ മേഖല കൂടിയാണ്. ഈ മേഖലയിൽ അതിശക്തമായ ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അവിടെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ഇറാൻ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ബന്ദർ അബ്ബാസ് ആണ്. ഈ ബന്ദർ അബ്ബാസിലും അതിരൂക്ഷമായ ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബന്ദർ അബ്ബാസ് മേഖലയിൽ അമേരിക്ക തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. അവിടെ ഇന്നും വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം ശക്തമായ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുകയാണ് ഇറാൻ. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ആക്രമണങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം അമേരിക്ക നേരിടേണ്ടി വരും എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഓക്കെ, രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു. ഇറാൻ പറയുന്നു അമേരിക്ക ഒരിക്കലും മറക്കാനാകാത്ത പാഠങ്ങൾ നൽകും എന്നുള്ളതാണ്.